മായ ലോകത്തിലേക്ക് സ്വാഗതം. 99 രൂപയുള്ള. അയ്യോ എന്തൊരു സോഫ്റ്റ് അല്ലേ മെറ്റീരിയൽ. 300 രൂപ. ഇതേ ഒരു ചേച്ചി കിടന്ന് ഉറങ്ങിയൊക്കെ ചെയ്തു. എടാ നീ എൻ്റെ തിരുന്നോടാ. എടാ നീ എല്ലാം നമ്മള് നോട്ട് യൂസ് ദിസ് ഡിസ്പ്ലേ ടോയ്ലറ്റ് എന്ന് എഴുതിയിട്ടുണ്ട്. കാശുമായിട്ട് വന്നാൽ മതി. ഫുൾ നമുക്ക് ഇവിടെ നിന്ന് പർച്ചേസ് ചെയ്തിട്ട് പോവാം. കടുവ കിച്ചന്റെ ഒത്തിരി ഐറ്റംസ് ഉണ്ട് കേട്ടോ, ഒത്തിരി. നമ്മൾ കണ്ടിട്ട് ഇങ്ങനെ കണ്ണ് തള്ളിപ്പോവും. നമ്മളിപ്പോൾ ഹൈദരാബാദാണുള്ളത്. നമ്മൾ കുറച്ച് ദിവസങ്ങളായിട്ട് ഹൈദരാബാദിലെ കാഴ്ചകളാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. നമ്മളിപ്പോൾ പോകാൻ പോകുന്നത് ഹൈദരാബാദിൽ ഒരു ഐക്യയുടെ ഷോപ്പുണ്ട്. ഐക്യയുടെ സ്റ്റോറാണ്, ഒരു വലിയ സ്റ്റോറാണ്. അതൊരു ഇന്റർനാഷണൽ സ്റ്റോറാണ്, ഒരു ഹോം ഡെക്കർ ആൻഡ് ഫർണിഷിംഗ് സ്റ്റോറാണ്. നമ്മൾ ഇന്ന് രാവിലെ പോയത് ചാർമിനാറിൽ പോയി, പിന്നെ മക്ക മസ്ജിദിൽ പോയി, ഉച്ചയ്ക്ക് ശേഷം ചൗമഹല്ല പാലസിൽ പോയി. അത് കഴിഞ്ഞിട്ട് രാത്രി ഇപ്പോൾ ഒരു 6 മണി കഴിഞ്ഞിട്ടുണ്ട്. 6 മണി തൊട്ട് 10 മണി വരെ നമ്മൾ ഐക്യ സ്റ്റോർ എക്സ്പ്ലോർ ചെയ്യാനാണ് വിചാരിക്കുന്നത്. അപ്പം ഞാൻ ജാസ്മിൻ, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. എത്തിയിട്ടാ എൻട്രൻസ് ഒന്നും ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇതേ വഴി പോവാം. നമ്മള് സെക്യൂരിറ്റി ചെക്കൊക്കെ കഴിഞ്ഞിട്ടാ. നല്ല കോഫിയുടെ മണം ഉണ്ടല്ലോ ഇവിടെ. ഇതന്നെ കൊണ്ടുപോയാലോ? നോക്ക്, നമ്മുടെ ചാക്കിന്റെ മെറ്റീരിയലാ. ചാക്ക് തന്നെയെന്ന് പറയാം. അതിൻ്റെ അകത്ത് 2 വള്ളിയും കൂടെ പിടിപ്പിച്ചിട്ടുണ്ട്. ഇത് വൈപ്പ് ചെയ്യുന്ന സാധനം കേട്ടോ. 99 രൂപ ഉള്ളു. നമ്മുടെ എസ്കലേറ്ററിന്റെ ഇവിടെ കിടക്കുന്നതാ. വൈപ്പ് ചെയ്യാ ഇങ്ങനെ കുറെ കിടപ്പുണ്ട് കേട്ടോ. 99 രൂപ. അപ്പൊ ഇവിടുന്ന് നമുക്ക് ഷോപ്പ് ചെയ്ത് പോവാം. ഇത് വാങ്ങിച്ചാലും നമുക്ക് ഈ കവറിലോട്ട് ഇടുക. ഇതുണ്ട്, ഇത് മാപ്പാ. ഫൈൻ വാട്ട് യു ആർ ലുക്കിംഗ് ഫോർ ഇൻ ദ ഐക്യ ഹൈദരാബാദ് സ്റ്റോർ. ഒത്തിരി സ്ഥലം ഉണ്ടല്ലോ. അപ്പൊ നമുക്ക് എന്താണ് വേണ്ടതെന്ന് എന്തെങ്കിലും സ്പെസിഫിക് ആയിട്ട് അറിയാമെങ്കിൽ നമുക്ക് അവിടെ മാത്രം പോയാൽ മതി. മാർക്ക് ചെയ്യാം. ഇപ്പൊ ഏത് വേണമെന്നുള്ളത് നമുക്കിവിടെ മാർക്ക് ചെയ്തെടുക്കാം. പക്ഷെ നമുക്കങ്ങനെ സ്പെസിഫിക് ആയിട്ടൊന്നുമില്ല. നമ്മളെല്ലായിടത്തും കയറും. നമുക്ക് ഇഷ്ടപ്പെട്ട സാധനം എന്തെങ്കിലും ഉണ്ടെങ്കിൽ വാങ്ങിക്കാം. പിന്നെ ഈ സ്റ്റോർ ഒന്ന് കാണണം. അതാണ് നമ്മുടെ മെയിൻ ആയിട്ടുള്ള ഒരു അജണ്ട. കണ്ടോ, ഇവിടെ നമുക്ക് ഷോറൂം, എൻട്രൻസ്, ലിവിംഗ് റൂം, സീറ്റിംഗ്, അങ്ങനെ പോവുക. വർക്ക് സ്പേസ്, കിച്ചന്റെ ഐറ്റംസ്, ബാത്റൂം, ബെഡ്റൂം. അടിപൊളി സെറ്റപ്പ് അല്ലേ? മായ ലോകത്തിലേക്ക് സ്വാഗതം. ഇത് പെൻ സ്റ്റാൻഡാ. 99 രൂപ. 99 രൂപ മുതലുള്ള സാധനങ്ങൾ ഇവിടെ നിന്നുണ്ട്. അത് ബുക്ക് അപ്പുറം ഇപ്പുറം വെച്ചിട്ട് ബുക്ക് വെക്കാൻ. മനസ്സിലായ? ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും. ഇതിനും 99 ആണെന്ന് തോന്നുന്നു. ഒരെണ്ണം ആയിരിക്കും കേട്ടോ 99. അത് ഒരു സെറ്റാണ്. ഇത് സെറ്റായിട്ട് വരുന്നതാടാ. ഇങ്ങനെ വെക്കുന്നതാ. എന്നിട്ട് ഇങ്ങനെ അഡ്ജസ്റ്റ് ചെയ്യും. അപ്പൊ സെറ്റായിട്ടല്ലോ. ഒരെണ്ണം മാത്രം കൊണ്ടുപോയിട്ട് കാര്യമില്ലല്ലോ. സെറ്റ് ആയിരിക്കും. അവന് ചാൻസ് ഉള്ളൂ. ഇത് ഒരെണ്ണമായിട്ട് കൊണ്ടുപോയിട്ട് കാര്യമില്ലല്ലോ. 7000 രൂപ ഈ സ്റ്റൂളിന്. എല്ലാം ഇതിൻ്റെ അകത്ത് വിലയൊക്കെ എഴുതിയിട്ടുണ്ട്. നമുക്കിത് ഇവിടെ നിന്ന് അങ്ങ് പിക്ക് ചെയ്താൽ മതി. ഡിന്നർ സെറ്റ്, ഡിന്നർ കഴിക്കാനുള്ള ടേബിളും എല്ലാം സെറ്റാണ്. 299 രൂപ ഈ സാധനത്തിന്. ഓരോ പീസിനായിരിക്കും വില വരുന്നത്. ഇതിന് 299 രൂപ. എന്താ സാധനം എന്ന് മനസ്സിലായ? നമ്മുടെ തേങ്ങയുടെ പുറത്തുള്ള സാധനം അത് പെയിന്റ് ചെയ്ത് വേറെ ഒരു സാധനം കൂടെ ചേർത്തിട്ട് കയറിനകത്ത് കെട്ടിയിട്ടേക്കോ. പക്ഷെ ഇങ്ങനെ കാണാൻ നല്ല ഭംഗിയുണ്ട്. കണ്ടോ എന്താ ഐഡിയ എന്നൊക്കെ. ഇത് ഓർഗനൈസറാ. 523 രൂപ. പക്ഷെ ഇവിടെ 199 എഴുതി വെച്ചേക്കുന്നത്. അപ്പൊ 199 രൂപയ്ക്ക് കിട്ടും. ഓർഗനൈസറാ. നമുക്ക് എന്തെങ്കിലുമൊക്കെ ഇട്ട് വെക്കാം. കണ്ടോ, ഓരോ റാക്ക് ഉണ്ട്. അതിൻ്റെ അകത്തേക്ക് ഇട്ട് വെക്കാം. ഇത് കുപ്പിയാണേ. നമുക്ക് മസാല അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ഇട്ട് വെക്കാം. ജീരകം, മസാലകളൊക്കെ ഇട്ട് വെക്കാൻ പറ്റുന്ന സാധനം. 4 എണ്ണത്തിന് എത്ര രൂപ? 419 രൂപ ഈ 4 കുപ്പിക്ക്. ചെറിയ കുപ്പി, നല്ല രസമുണ്ട് കാണാനായിട്ട്. കണ്ടോ?
എഴുതിയിട്ടുണ്ട് യു ഡോണ്ട് ഹാവ് ടു പേ ഓൾ അറ്റ് വൺസ്. ഒരു വട്ടം തന്നെ കൊടുക്കണ്ട, EMI ആയിട്ട് കൺവേർട്ട് ചെയ്തിട്ട് സാധനങ്ങൾ വാങ്ങിക്കാം. കണ്ടോ, മിനിമം പർച്ചേസ് ഓഫ് 20,000 അങ്ങനെ ആപ്ലിക്കബിൾ ആണ്. EMI ആയിട്ട് നമുക്ക് സാധനം മേടിക്കാൻ പറ്റും. നമ്മുടെ ചെരാത്, അതിൻ്റെ ഹൈടെക് സാധനം ഇങ്ങനെ കത്തിക്കുക, അപ്പോൾ ചെരാത് ഓണാവും. നമ്മളൊക്കെ ട്രാവലിങ്ങിനൊക്കെ പോകുമ്പോൾ ഈ സാധനം ഇങ്ങനെ കൊണ്ടുപോകാം. എന്നിട്ട് നമുക്ക് രാത്രി ഡിന്നറിനൊക്കെ കഴിക്കുമ്പോഴേ ടേബിളിൻ്റെ പുറത്ത് വെക്കാം. ഇതിൻ്റെ വില വരുന്നത് 1790. കുഴപ്പമില്ല, അത്രയ്ക്ക് വലിയ റേറ്റ് ഇല്ല. അത് നല്ല രസമുണ്ട് കാണാനല്ലേ. ഇത് കണ്ടോ, നമ്മൾ നേരത്തെ അവിടെ ലൈറ്റ് ചെയ്ത് കാണിച്ചില്ലേ, ആ സാധനമാണിത്. കുറേ സെറ്റുകൾ ഇവിടെ വെച്ചിട്ടുണ്ട്. എല്ലാം കൂടെ വെച്ചപ്പോൾ നല്ല രസമുണ്ട്. എൻ്റെ താഴെ നിന്ന് നമുക്ക് ഇവിടുന്ന് വേണമെങ്കിൽ എടുക്കാം, ഒരെണ്ണം വേണമെന്നുണ്ടെങ്കിൽ. ഇതിൻ്റെ ബൾബും കൂടെ നമുക്ക് കിട്ടും. എക്സ്ട്രാ വേണമെന്നുണ്ടെങ്കിൽ വാങ്ങിക്കാം. ഇത് ചിലപ്പോൾ ചീത്തായി പോയാലോ അങ്ങനെ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഇടാം. അപ്പം അതും വേണമെന്നുണ്ടെങ്കിൽ 3-4 എണ്ണം ഇവിടുന്ന് വാങ്ങിച്ചുകൊണ്ട് പോവാം. അതിൻ്റെ വില 249. ഇത് കൊള്ളാം. ഇത് നമ്മൾ ഹോം ഡെക്കറിന് വെക്കുന്നതാണ്. നല്ല രസമുണ്ട്. ഇതൊരു ആർട്ടിഫിഷ്യൽ ഒരു പ്ലാന്റ്. അതിന് 400 രൂപയാണ്. നമുക്ക് വോളിലൊക്കെ ഷെൽഫ് ഉണ്ടെന്നുണ്ടെങ്കിൽ അതിൻ്റെ അകത്ത് ഇങ്ങനെ വെക്കാം ഹോം ഡെക്കറായിട്ട്. ഇത് കണ്ടോ, ഇതൊരു വലിയ ഹോളാണ്. നമ്മുടെ ഹോം ഫർണിഷിംഗ് ആണ് ഇവിടെ ഉള്ളത്. എത്ര സാധനങ്ങളായിരിക്കുന്നതെന്നൊക്കെ, ഒരുപാട് ഫർണിച്ചേഴ്സ് ഉണ്ട്. നമ്മുടെ വീടിൻ്റെ പെയിന്റിനും തീമിനും ഒക്കെ അനുസരിച്ച് നമുക്ക് ഇവിടെ നിന്ന് വാങ്ങിക്കാം. കണ്ടോ, ഇത് റെഡ്, ഒത്തിരി കളറുകളുണ്ട് കേട്ടോ. നല്ല വൈബ്രൻ്റ് ആയിട്ടുള്ള കളറുകളുണ്ട്. ഇതിന് 28,990 ഈ സെറ്റിന്. കൊള്ളാം. ഇത് കണ്ടോ, ഇവിടെ ഇരിക്കുന്ന എല്ലാ സാധനങ്ങളും നല്ല അടിപൊളിയായിട്ടുണ്ട്. കളറാണെന്നുണ്ടെങ്കിലും വിലയും റീസണബിൾ ആയിട്ടുള്ള വില തന്നെ ഉള്ളു. ഈ യെല്ലോ സെറ്റിന് 18,990. അതെന്തുവാടെ, പാണ്ടയൊക്കെ ഉണ്ടല്ലോ. അയ്യോ, എന്തൊരു സോഫ്റ്റ് അല്ലേ മെറ്റീരിയല്. എത്ര രൂപടാ? അതെടുത്ത് അയ്യോ, നല്ല രസമുണ്ട്. ഭയങ്കര സോഫ്റ്റ് ആയി സാധനം. ഇതിനകത്ത് പ്രൈസ് എഴുതിയിട്ടില്ലേ? ഫ്രണ്ടിലുണ്ടാവുമായിരിക്കുമല്ലോ. 300 രൂപ. ഇത് കണ്ട, ഇവിടെ നമുക്ക് ഫുൾ ഷോപ്പിംഗ് ഗൈഡൻസ് എഴുതി വെച്ചിട്ടുണ്ട്. ഹൗ ഡു ഐ റീഡ് ദ പ്രൈസ് ടാഗ്. അപ്പൊ ഇതിൻ്റെ അകത്ത് 1-2 പ്രൈസ് ടാഗുകളൊക്കെ ഉണ്ടാവുമല്ലോ. അതെങ്ങനെയാണ് നമ്മൾ ഏത് വിലയാണ് കറക്റ്റ് വില എന്നുള്ളതൊക്കെ അവർ കറക്റ്റായിട്ട് എഴുതിയിട്ടുണ്ട്. ഇങ്ങനെ വട്ട ഇട്ടേക്കുന്നുണ്ട്. അതായിരിക്കും ഫൈനൽ പ്രൈസ്. ചിലപ്പോൾ അതിൻ്റെ മുകളിൽ വേറെ അവരുടെ ഒറിജിനൽ പ്രൈസ് ഉണ്ടാവും. ഇത് എന്തെങ്കിലും ഓഫർ കഴിഞ്ഞിട്ടുള്ള പ്രൈസ്. ആ പ്രൈസിനാണ് ആ സാധനം നമുക്ക് കിട്ടുന്നത്. ചായ എടുക്കട്ടെ കൂട്ടുകാരെ. ടിഷ്യൂ പേപ്പർ വെക്കുന്ന സാധനം ഇതട്ടെ. ഇത് ജാഗരി ഒക്കെ ഇട്ട് വെക്കാതെ അവർ എഴുതി വെച്ചിട്ടുണ്ട്. ജാഗരി, ഷുഗർ, അങ്ങനെയൊക്കെ കണ്ടെയ്നേഴ്സിന്റെ പുറത്ത് എഴുതി വെച്ചിട്ടുണ്ട്. അത് പെപ്പറും. ഇത് നോക്ക്, ഇവിടെ നോക്ക്, ഇവിടെ നോക്ക്, ഇത് നോക്ക്, അത് പൊളിച്ച്. വേണ്ട, നമ്മൾ നേരത്തെ നോക്കിയ പോലത്തെ പ്രൈസ് ടാഗ്. ഇതാണ് ഇതിന്റെ വില, 999. ഈ സംഭവം കണ്ടിട്ടേ നമുക്ക് ഇതുപോലെ നമ്മുടെ റൂമിൽ സെറ്റ് ചെയ്യാം. ഇപ്പൊ കിഡ്സിന്റെ ഒക്കെ റൂം ഉണ്ടെന്നുണ്ടെങ്കിൽ ഈ സാധനങ്ങൾ ഇതുപോലെ വാങ്ങിച്ച് ഇതുപോലത്തെ മെഷർമെന്റുകൾ റൂമിൽ നമുക്ക് സെറ്റ് ചെയ്യാൻ പറ്റും. ഇങ്ങനത്തെ സാധനമൊക്കെ വാങ്ങിച്ചിട്ട് ഒന്നുകിൽ വീട് വെക്കുന്നതിന് മുമ്പ്, എല്ലാം ചെയ്യുന്നതിന് മുമ്പ് ഇവിടെ വന്നിട്ട് ഈ സാധനങ്ങളൊക്കെ കാണുക, എന്നിട്ട് വെക്കുക. അല്ലെന്നുണ്ടെങ്കിൽ ഇതുപോലെ പിന്നെ ഫർണിഷ് ചെയ്ത് എടുക്കുക. ഇതിനകത്ത് പ്രൈസ് ടാഗ് ഇല്ലവിടെ, എല്ലാത്തിലും ഇല്ല അല്ലേ. ഇത് കൊള്ളായിരുന്നു, നല്ല രസമുണ്ട് കാണാൻ. പ്രൈസ് ടാഗ് ഇല്ല, നമുക്ക് അങ്ങോട്ട് പോകുമ്പോൾ നോക്കാം. നല്ലൊരു പീസായിരുന്നു. ഇത് കണ്ടോ, ഇത് കോഫി ഫിൽട്ടർ സാധനമാണ്. ഇതിനകത്ത് വെച്ച് ഫിൽട്ടർ കോഫി ഭയങ്കര സ്മൂത്താണ്. എന്തൊരു സൂപ്പറാണ് ഇത്. കൊള്ളാം. 5000 രൂപ. നല്ല രസമുണ്ട്. നമുക്ക് ഹാങ്ങിങ് ചെയ്തിടുന്ന ലൈറ്റ്. ഇത് കണ്ടോ, ഇതൊരു സ്റ്റഡി റൂം സെറ്റ് ചെയ്തിരിക്കുക. സ്റ്റഡി റൂമോ ഓഫീസ് റൂമോ അങ്ങനെ എന്തെങ്കിലും ആയിട്ട് നമുക്ക് ഉപയോഗിക്കാം. ഷെൽഫും ബുക്കും കാര്യങ്ങളൊക്കെ വെക്കാം. പിന്നെ ഒരു ഓഫീസ് ടേബിളും ഉണ്ട്. ഓഫീസ് ടേബിളിൻ്റെ പുറത്തൊരു ലൈറ്റ് ഉണ്ട്. ടെലിഫോൺ. ഇത് നമ്മൾ നേരത്തെ അവിടെ കണ്ട കറുപ്പില്ലേ, അതിന്റെ വൈറ്റാ. സെയിം പ്രൈസ് തന്നെ. അവിടെ കണ്ടത് ഇവിടെ കറുപ്പ് വരുന്നതാ, ഇത് ഇവിടെ വെള്ള. ഇതിന്റെ ബ്രൈറ്റ്നസ്സും കൂടും. കൊള്ളാം, അടിപൊളി.
ഇതൊരു വലിയ ഹോളാണ്. ഇവിടെ നമുക്ക് വാങ്ങിക്കാനുള്ളത് ഈ വാൾ ഷെൽഫില്ലേ, ചെറുതും വലുതുമായിട്ടുള്ള പല ഡിസൈനിലുള്ള ഷെൽഫ് നമുക്ക് വാങ്ങിക്കാം. പിന്നെ ഇതേപോലെ താഴെ നമ്മുടെ തറയിൽ വെക്കുന്ന ഷെൽഫ്, മറ്റേന്ന് പറഞ്ഞാൽ ഭിത്തിയിൽ നമുക്ക് ഫിറ്റ് ചെയ്യുന്ന ഷെൽഫാണ്, അത് വാങ്ങിക്കാം. പിന്നെ ചെറിയ ടേബിള്, TV സ്റ്റാൻഡ്, അങ്ങനെയുള്ള സംഭവങ്ങളാണ് ഈ ഒരു ഹോള് ഫുള്ളായിട്ട് ചെയ്തിരിക്കുന്നത്. അത് ലൈറ്റാണോ, ടോർച്ചോ? ഓ, ബാറ്ററി ഇടണം. ഒന്നിലും ബാറ്ററി ഇല്ല അല്ലേ? ടേബിളിൽ വെക്കുന്നതാ, ടേബിളിൽ വെക്കുന്ന ലാമ്പ് പോലത്തത്. ഇത് USB ഉണ്ട്, അപ്പോൾ അതിലൂടെ ചാർജ് ചെയ്യാം. നമ്മൾ നേരത്തെ ഇവിടെ പ്രൈസ് ടാഗ് കണ്ടില്ലേ, അതേപോലെ നേരത്തെ മാപ്പ് കണ്ട പോലെ തന്നെ ഇവിടെ ഒരു സംഭവമുണ്ട്, സ്കെയില്. അപ്പോൾ നമ്മൾ ഷെൽഫൊക്കെ മേടിക്കുമ്പോൾ നമുക്ക് ചെറിയ റൂമോ അങ്ങനെയുള്ള മെഷർമെൻറ്റ് നോക്കി എടുക്കാമല്ലോ. നമുക്കൊരു ബെഡൊക്കെ ഇട്ട് കഴിഞ്ഞാൽ എത്രത്തോളം മെഷർമെൻറ്റ് കിട്ടും നമുക്ക് അറിയാൻ വേണ്ടിയിട്ട് ഇത് സ്കെയിലാണ്. അപ്പോൾ ഇത് പിടിച്ചിട്ട് നമുക്ക് എടുക്കാം. കാശുമായിട്ട് വന്നാൽ മതി, ഫുൾ നമുക്ക് ഇവിടെ നിന്ന് പർച്ചേസ് ചെയ്തിട്ട് പോവാം. ഇപ്പം നമ്മുടെ വീട്ടിലെ കിച്ചണിലോ നമ്മുടെ ഹോളിലൊക്കെ ഒരു ക്യാബിൻ വെക്കാൻ വേണ്ടിയിട്ട്, അതായത് ഒരു ഷെൽഫ് വെക്കാൻ വേണ്ടിയിട്ട് എന്തൊക്കെയാണ് ചെയ്യേണ്ടതെന്ന് എഴുതി വെച്ചേക്കുക. പ്ലാൻ ആൻഡ് കസ്റ്റമൈസ് യുവർ ബെസ്റ്റ് സ്റ്റോറേജ് ഹിയർ. സ്റ്റെപ്പ് 1, പിക്ക് എ ഫ്രെയിം. അപ്പോൾ നമുക്ക് അവിടെ നിന്ന് ആ ഫ്രെയിം എടുക്കാം. ഇത് ഇഷ്ടമുള്ള ഫ്രെയിം നമുക്ക് ഇവിടെ എടുക്കാം. പിന്നെ ഇത് ഇവിടെ സ്റ്റെപ്പ് 2, ചൂസ് എ ഫ്രണ്ട്. ഈ ഫ്രെയിമിനനുസരിച്ചുള്ള ഡോറ് നമുക്ക് എടുക്കാം. ഇഷ്ടമുള്ളത് സെലക്ട് ചെയ്തെടുക്കാം. അത് കഴിഞ്ഞ് സ്റ്റെപ്പ് 3, ആഡ് ലെഗ്സ്, ക്യാബിനറ്റ് ലൈറ്റ്സ് ആൻഡ് നോബ്. അതിന് വേണ്ടിയിട്ടുള്ള ഇപ്പം താഴെ വെക്കുന്ന ഷെൽഫാണെങ്കിൽ അതിൻ്റെ ഉള്ള കാലെടുക്കാം. പിന്നെ ക്യാബിനറ്റിൻ്റെ ലൈറ്റ്, ഏത് ലൈറ്റ് വേണമെന്ന് നമുക്കിവിടെ സെലക്ട് ചെയ്യാം. പിന്നെ നോബ് ഉണ്ടല്ലോ, അത് പിടിച്ച് തുറക്കുന്നത്, അതായത് ഈ ഡോറ് പിടിച്ച് തുറക്കാൻ വേണ്ടിയിട്ടുള്ള നോബ്, ആ നോബ് ഇവിടെ വെച്ചിട്ടുണ്ട്. ഇഷ്ടമുള്ളതിൽ നിന്ന് നമുക്കിതിൽ നിന്ന് സെലക്ട് ചെയ്യാം. ഫുൾ കസ്റ്റമൈസ്ഡ് ആയിട്ടുള്ള സാധനമാണ്. ഇത് കണ്ടോ, ഇത് മക്രമയുടെ പ്ലാൻ ഹാങ്ങിങ്സ് ആണ്. ഇതിൻ്റെ അകത്ത് ഈ സാധനം നമുക്ക് വാങ്ങിച്ചിട്ട് ഈ പ്ലാന്റ് വേണമെങ്കിൽ ഇവിടെ നിന്ന് വാങ്ങിക്കാം, അല്ലെന്നുണ്ടെങ്കിൽ നമ്മുടെ വീട്ടിലുള്ള ഒറിജിനൽ പ്ലാന്റ്സ്, ലൈവ് പ്ലാന്റ്സ് വെക്കാം. ഈ പ്ലാന്റിന്റെ സാധനത്തിന് ഈ 199 രൂപ മാത്രമേ ഉള്ളൂ. ഇത് മാത്രം കേട്ടോ, ഇത് ചട്ടിയില്ല, ചട്ടിയും ചെടിയും ഇല്ല. ഈ ഹാങ്ങിങ്ങിന് മാത്രമായിട്ട് 199 രൂപ. നല്ല രസമുണ്ടോ? ഇതുണ്ടോ, ഇത് 3 സെറ്റാ. ഇത് നമ്മുടെ ഓംലെറ്റ് ഒക്കെ പൊരിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഉപയോഗിക്കാം. പിന്നെ ഇതൊരു സ്പൂണ്. പിന്നെ ഇത് നമുക്ക് ഇങ്ങനെ പഴംപൊരിയൊക്കെ എടുത്ത് തരത്തില്ല നമ്മൾ കടയിലൊക്കെ ചെല്ലുമ്പോൾ ഇങ്ങനെ പിടിച്ചിട്ട്, അങ്ങനത്തെ ഒരു സാധനം. വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് മറിച്ചൊക്കെ ഇടാം. എണ്ണയ്ക്കകത്തിട്ട സാധനങ്ങൾ പിടിച്ചിട്ട് ഇങ്ങനെ മറിച്ചിടാം. സാധനം 208 രൂപയുള്ളൂ. ഇത് കണ്ടോ, ഇതൊരു വലിയ ഹോളാണ്. നമ്മുടെ നേരത്തെ ആ ഷെൽഫിൻ്റെ ഒക്കെ സ്ഥലം കണ്ടതുപോലെ തന്നെ ഒരു വലിയ ഹോള്. ചെയേഴ്സ് ആണ്, പലതരം വെറൈറ്റി ടൈപ്പ് ചെയേഴ്സ്. 1000 രൂപ മുതലുള്ള ഉണ്ട്. ഇത് കണ്ട, ഇത് സോസേഴ്സ് ആണ്, പല കളറിലുള്ള. കൊച്ചു പിള്ളേർക്കൊക്കെ യൂസ് ചെയ്യാം. പല കളറിലുള്ള 6 എണ്ണം ഉണ്ട്. അതേപോലത്തെ തന്നെ സെയിം തന്നെ കുഞ്ഞു പ്ലേറ്റുകൾ, കുഞ്ഞു പ്ലേറ്റ്, അതിൻ്റെ തന്നെ ഗ്ലാസ്. പിന്നെ മുകളിലേക്ക് സ്പൂണും കാര്യങ്ങളൊക്കെ ഉണ്ട്. 173 രൂപ ഉള്ളു. ഇത്ര 6 എണ്ണത്തിനും കൂടെ 173. ഇത്രയും നേരം നമ്മൾ കണ്ടത് ബെഡ്റൂം, ഹോള്, അങ്ങനെയൊക്കെയുള്ള ഡെക്കേഴ്സ് ആയിരുന്നു. ഇനി നമ്മൾ ഇവിടെ അങ്ങോട്ട് കാണുന്നത് കിച്ചൺ ഐറ്റംസ് ആണ്. കിച്ചണിൻ്റെ ഷെൽഫുകളും അങ്ങനെ അതിൻ്റെ അകത്ത് ഡെക്കോർ ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളും അതൊക്കെയാണ് ഇവിടെ കാണുന്നത്. ഇത് കണ്ട, ഒരു ഫുൾ കിച്ചൺ നമുക്ക് സെറ്റ് ചെയ്യാം. ഇതൊരു ഓപ്പൺ കിച്ചണായിട്ടാണ് ഇവർ കൊടുത്തിരിക്കുന്നത്. അതിൻ്റെ ലൈറ്റും ഇവിടെ പാത്രങ്ങളും ഇവിടെയൊക്കെ വെച്ചിട്ട് നമുക്ക് പച്ചക്കറികളൊക്കെ അരിയാം, കുക്ക് ചെയ്യാം. അതിൻ്റെ സെറ്റപ്പാണ് കൊടുത്തിരിക്കുന്നത്. കണ്ട, 3 പാത്രങ്ങളും. ഇതിൻ്റെ ബാക്കിലുള്ള ഷെൽഫൊക്കെ നോക്കേ, ഓരോ ജാറും കണ്ട. ഇതേപോലെ തന്നെ നമുക്ക് ഇതേ മെഷർമെൻറ്റിൽ നമ്മുടെ വീട്ടിൽ ചെയ്യാൻ പറ്റും.
അതേപോലെയാണ് ഇവർ സെറ്റ് ചെയ്തിരിക്കുന്നത്. ഈ ഷെൽഫൊക്കെ നമുക്ക് അതേപോലെ തന്നെ കൊണ്ടുപോയി ചെയ്യാം. ഇവിടെ നോക്ക്, കിച്ചന്റെ ഒത്തിരി ഐറ്റംസ് ഉണ്ട് കേട്ടോ, ഒത്തിരി. നമ്മൾ കണ്ടിട്ട് ഇങ്ങനെ കണ്ണ് തള്ളിപ്പോവും. പിന്നെ ഉണ്ട് മോനെ നമ്മുടെ ഐറ്റം കടുവ. അമ്മാതിരി ഐറ്റംസ് ഉള്ളത് കിച്ചന്. ഇത് കണ്ട, ഇത് അടിപൊളി ഒരു കിച്ചൺ സെറ്റ് അല്ലേ? എനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു ഈ സാധനം. ഇത് കണ്ട, ഇവിടുത്തെ കബോർഡൊക്കെ കണ്ട, ഇതിന്റെ മുകളിൽ നമുക്ക് ഫ്ലവേഴ്സും കാര്യങ്ങളൊക്കെ വെക്കാം. മിക്സിയുടെ സ്റ്റോറേജ് സംഭവങ്ങളൊക്കെ അവിടെ. പിന്നെ ഇതിന്റെ താഴെ നല്ല സ്റ്റോറേജും ഫെസിലിറ്റീസ് ഒക്കെ ഉണ്ട്. പിന്നെ ഇവിടെ ഗ്ലാസ് അടുപ്പ്, അവിടെ ഹാൻഡ് വാഷ്, എല്ലാം അടിപൊളി. ഇത് കണ്ട, ഈ ഹോളിൽ ഫുള്ളായിട്ട് നമുക്ക് കിച്ചണിലേക്ക് വേണ്ട എല്ലാ സാധനങ്ങളും ഉണ്ട്. കണ്ടെയ്നേഴ്സ് ഉണ്ട്, അങ്ങനെ ഈ ഓർഗനൈസേഴ്സ് ഉണ്ട്. ഓരോ സാധനങ്ങളൊക്കെ വെച്ചിട്ട് നമുക്ക് ഓർഗനൈസ് ചെയ്യാൻ പറ്റുന്ന സാധനങ്ങളുണ്ട്. കൂടുതലും കണ്ടെയ്നേഴ്സ് ഉള്ളത്. പിന്നെ സ്പൂണും ഫോർക്കൊക്കെ ഇടത്തില്ല, അതിൻ്റെ അറേഞ്ച്മെൻറ്റ് ചെയ്യാനുള്ള എല്ലാ സാധനങ്ങളും ഉണ്ട്. പിന്നെ പ്ലേറ്റ്, ക്രോക്കറി ഐറ്റംസ് ഫുള്ളുണ്ട്, എന്ത് വേണമെങ്കിലും വാങ്ങിക്കാം. പിന്നെ ഇവിടെ കണ്ട, ഇവിടെ പൈപ്പ് കണ്ടോ, ഇത് കണ്ടോ, ഇവിടെ നമ്മൾ പച്ചക്കറി കഴുകിയിട്ട് ഇതിനകത്തിട്ട് വെച്ചാൽ വെള്ളമൊക്കെ തോർന്നിട്ടിരിക്കും. ഇതിങ്ങനെ എടുത്ത് മാറ്റാം, സിങ്കിനകത്ത് ഇങ്ങനെ വെച്ചാൽ. അരിയൊക്കെ കഴുകാം, പച്ചക്കറി കഴുകാം. ഇതിങ്ങനെ അഡ്ജസ്റ്റ് ചെയ്യാം. ഉണ്ടോ? പിന്നെ പൈപ്പ് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്നതാണ്, അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ അഡ്ജസ്റ്റ് ചെയ്യാം. ഇതും അതെ. സിങ്കിന്റെ അടിവശമൊക്കെ നല്ല അടിപൊളിയായിട്ട് ചെയ്യാം. ഇത് കണ്ട, ഭയങ്കര യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു ഐറ്റമാണ്. നമ്മുടെ കർച്ചീഫോ കൊച്ചുകുട്ടികളുടെ ഡ്രസ്സുകളൊക്കെ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഇൻഡോറും ഔട്ട്ഡോറും നമുക്കിട്ട് ഉണക്കാൻ പറ്റും. ഇതുപോലെ ചെയ്താൽ എത്ര എണ്ണം ഇടാൻ പറ്റും ഇതിൻ്റെ അകത്ത്. ഷോക്സ് ഒക്കെയാണ് മെയിനായിട്ട് ചെയ്യാൻ പറ്റുന്നത്. അല്ലെങ്കിൽ ഷോക്സ് നമ്മൾ അയാലൊക്കെ കൊണ്ടുപോയി ഓരോന്ന് വിരിക്കണ്ടേ. ഇതാകുമ്പോൾ ഇതിൻ്റെ അകത്ത് ക്ലിപ്പും ഉണ്ട്. ഈ സാധനം കൊണ്ടുപോയിട്ട് നമ്മൾ ബാൽക്കണിയിലോ എവിടെയെങ്കിലും നമ്മൾ വിരിച്ചാൽ മതി, അത്രയും സ്പേസും വരത്തില്ല. നമുക്ക് ഒരെണ്ണം എടുക്കാം. ഇത് കണ്ട, നമ്മൾ നേരത്തെ എടുത്തില്ലേ അതിൻ്റെ സ്ക്വയറിലുള്ളത്. ഇതിനകത്ത് ഈ ഹാങ്ങിങ്സ് കൂടുതലുണ്ട്, ക്ലിപ്പുകൾ. ഇപ്പോൾ കൂടുതൽ സാധനങ്ങൾ ഇടാം. ചെറിയ ബേബീസൊക്കെ ഉള്ളവർക്കാണെന്നുണ്ടെങ്കിൽ നല്ലതാണ്, അവരുടെ കുച്ചൊടുപ്പൊക്കെ ഇടാമല്ലോ ഇതിൻ്റെ അകത്ത്. ഇതിൻ്റെ വില 400 രൂപയാണ്, മറ്റതിന് 200 രൂപ. ഇത് നമ്മൾ അയൺ ചെയ്യുന്ന സാധനത്തിൻ്റെ സ്റ്റാൻഡ് ഇല്ലാത്തത് കണ്ടാ, ഇത്രയേ ഉള്ളൂ. നമുക്ക് ടേബിളിൽ എവിടെ വേണമെങ്കിലും വെച്ച് നമുക്ക് തേക്കാം. ഇത് നമുക്ക് ഊരിയെടുക്കാടാ. ഇത് കണ്ടാ, ഇത് ഊരിയെടുത്തിട്ട് കഴുകാം. നമ്മുടെ ഇപ്പോൾ ഈ തയ്യൽ മെഷീനൊക്കെ വരത്തില്ലേ, ടേബിളിൻ്റെ പുറത്ത് വെച്ചിട്ട് തയ്ക്കുന്ന തയ്യൽ മെഷീൻ, അതേപോലത്തെ സാധനമാണ്. ഇത് കണ്ട, ഇത് കിഡ്സിൻ്റെ റൂം ഡെക്കറാണ്. ഇതേപോലെ നമുക്ക് അറേഞ്ച് ചെയ്യാം. ഫോട്ടോസും കാര്യങ്ങളൊക്കെ വെച്ച് ഒരു ചെറിയ ബെഡും പിന്നെ ഒരു സ്റ്റഡി ടേബിള്, ചെറിയൊരു ഷെൽഫൊക്കെ. ഇതേപോലെ വേറെയും ഉണ്ട്, നമുക്ക് ഇഷ്ടമുള്ളത് സെലക്ട് ചെയ്യാം. ഇത് കണ്ട, അയ്യോ, ബെഡിൻ്റെയൊക്കെ ഒരു മായാലോകം. ഇവിടുന്ന് അങ്ങ് വരെ പല പല കളറിലുള്ള ബെഡ്ഷീറ്റ്, ബെഡ്, അടിപൊളി സംഭവമാണ് കേട്ടോ. കുറേ കാശുമായിട്ട് ഇങ്ങോട്ട് വന്നാൽ മതി. മിനിമം ഒരു 50,000 രൂപയായിട്ട് വരണം, എങ്കിൽ മാത്രമേ നമുക്ക് കണ്ണ് നിറഞ്ഞ് വാങ്ങിച്ചുകൊണ്ട് പോകാൻ പറ്റത്തുള്ളൂ. ഇത് ഒരു ചേച്ചി കിടന്ന് ഉറങ്ങുകയൊക്കെ ചെയ്യുന്നു. ശരിക്കും ഉറങ്ങിപ്പോവും, അത്രയ്ക്ക് നല്ല സോഫ്റ്റ് മെറ്റീരിയൽ ആണല്ലോ. ഇത് കണ്ട, നല്ല ലക്ഷറി ഒരു ബെഡ്റൂം. അവിടെ എന്തൊക്കെ സാധനങ്ങളായിരിക്കുന്നതെന്നൊക്കെ. നല്ലൊരു മിററുണ്ട്, നല്ല അടിപൊളി ഒരു ബെഡ്, അതിന് മാച്ച് ചെയ്യുന്ന ബെഡ്ഷീറ്റുകൾ, ബെഡ്ഷീറ്റാണ് വിരിച്ചിരിക്കുന്നത്. പിന്നെ അവിടെ ഷെൽഫ് നോക്കേ, പിങ്ക് കളർ ഷെൽഫ്. പെൺപിള്ളേർക്കൊക്കെ കൂടുതലും പിങ്ക് ആണല്ലോ ഇഷ്ടം. അപ്പോൾ പിങ്ക് കളർ ഷെൽഫ്, അതിൻ്റെ താഴെ ഒരു മേഘം വെച്ചേക്കുന്നുണ്ടോ ലൈറ്റിൽ. അത് നമുക്ക് ഡെക്കോറായിട്ട് വെക്കാം. അതൊക്കെ സെപ്പറേറ്റ് വേണമെങ്കിൽ നമുക്ക് വാങ്ങിക്കാം. ആ മേഘം നമുക്ക് ആ സെറ്റായിട്ട് വാങ്ങിക്കാൻ കിട്ടും. 1290 രൂപ. പിന്നെ ഇത് കണ്ട, ലൈറ്റ് തൂക്കിയിട്ടേക്കുന്നത്, ഇതിന് 2290 അല്ല 2990, 3000 അങ്ങനെ റേഞ്ച്. പിന്നെ ഇവിടെ നമുക്കൊരു സ്റ്റഡി ടേബിൾ പോയൊരു ടേബിളുണ്ട്, മിററുണ്ട്, മുകളിൽ കബോർഡുണ്ട്. പിന്നെ ഇവിടെ കണ്ടോ, ഇത് ഫുൾ കബോർഡിൻ്റെ സെറ്റാ, ഫുൾ കബോർഡ്. ഇത് കണ്ടോ, ഡ്രസ്സും വെച്ചിട്ടുണ്ട് കേട്ടോ. ഇതിന് 74,600. ഇത് നോക്ക്, സൂപ്പർ. പിന്നെ വേറൊരു സംഭവം ഉണ്ട് ഇവിടെ, ബാത്റൂം. എനിക്ക് ബാത്റൂം ഏറ്റവും ഇഷ്ടപ്പെട്ടത്. നോക്കിക്കേ, ആരായാലും ഒന്ന് കുളിച്ചു പോകും. കുളിക്കാൻ മടിയുള്ളവരാണെങ്കിലും സൂപ്പറായിട്ട് കുളിക്കും. വേണ്ട, ഇങ്ങനെ മറയ്ക്കുക, കുളിക്കുക. പിന്നെ ഇവിടെ വാഷ് ബേസിൻ ഉണ്ട്. ഇവിടെ നമുക്ക് സാധനങ്ങൾ വെക്കാനുള്ള ഇതുണ്ട്, ഷെൽഫുണ്ട്. പിന്നെ ഇവിടെ ക്ലോസറ്റ്. എടാ നീ എൻ്റെ അകത്ത് ഇരുന്നോടാ. എടാ നീ എല്ലാം നമ്മൾ
നോട്ട് യൂസ് ദിസ് ഡിസ്പ്ലേ ടോയ്ലറ്റ് എന്ന് എഴുതിയിട്ടുണ്ട്. അവ ശരിക്കും ഇത് യൂസ് ചെയ്യാൻ വന്നതാണ് കേട്ടോ. അപ്പൊ അവരതിനകത്ത് എഴുതി വെച്ചേക്കുന്നത് ഡു നോട്ട് യൂസ് ദിസ് ഡിസ്പ്ലേ ടോയ്ലറ്റ്. അതോടുകൂടി അവൻ പോയി. പിന്നെ ഇതുപോലത്തെ സാധനങ്ങളൊക്കെ നമുക്ക് വെക്കാം. നമുക്ക് ഇവിടെ വന്നിട്ട് ഇത് ഇഷ്ടപ്പെട്ടാൽ ഇതേപോലെ വേണമെന്നുണ്ടെങ്കിൽ നമ്മുടെ വീട്ടിൽ ഇത് കൊണ്ടുപോയി സെറ്റ് ചെയ്യാം. ഞാൻ ഐക്യയുടെ വീഡിയോ ഞാൻ പല സ്ഥലത്തും കണ്ടിട്ടുണ്ട് കേട്ടോ. യൂട്യൂബിൽ ഒരുപാട് യൂട്യൂബേഴ്സിൻ്റെ വീഡിയോ നമ്മൾ കണ്ടിട്ടുണ്ട്. നമ്മുടെ സുജിത് ഭക്തൻ്റെ വീഡിയോ വരെയും കണ്ടിട്ടുണ്ട്. പക്ഷേ നമ്മൾ ആ വീഡിയോയിൽ കാണുന്നതിൽ നിന്നും വേറൊരു ലോകമാണ് ഇവിടെ. ആ വീഡിയോ കണ്ടത് ഒന്നുമല്ലെന്ന് പറയാം. അത് വെറും ചെറിയ ശതമാനമാണ്. ഈ വീഡിയോ നിങ്ങൾ കാണുമ്പോഴും അങ്ങനെ തന്നെയാണ്. നമുക്ക് എല്ലാം ഒന്നും എടുക്കാൻ പറ്റത്തില്ലല്ലോ. അത്രയും ചെറിയൊരു പെർസെൻറ്റേജ് മാത്രമേ നമുക്ക് വീഡിയോയ്ക്ക് ഉൾക്കൊള്ളിക്കാൻ പറ്റത്തുള്ളൂ. പക്ഷേ ഇവിടെ വന്നിട്ട് കണ്ടിട്ടുണ്ടെങ്കിലുണ്ടല്ലേ, ഒന്നും വാങ്ങിച്ചില്ലെങ്കിലും നമുക്ക് മനസ്സിന് നല്ല തൃപ്തിയായിട്ട് മടങ്ങാം. അത്രയധികം അടിപൊളി ഐറ്റംസ് ഇവിടെ ഉള്ളത്. നമ്മൾ ആ ബെഡിൻ്റെ സെക്ഷൻ കഴിഞ്ഞിട്ട് പിന്നെ ഷെൽഫിൻ്റെ സെക്ഷനിലേക്ക് വന്നിരിക്കുകയാണ് കേട്ടോ. ചെറുതും വലുതുമായിട്ടുള്ള ഇഷ്ടം പോലെ ഷെൽഫുകളുണ്ട്. ഇത് കണ്ടോ, അടിപൊളി സാധനമല്ലേ കാണാൻ. ഇതിൻ്റെ വില 10,850. ഇതേപോലെ കുറേ ഷെൽഫുകളുണ്ട്. 40,000-നും 1,00,000-നും 5,000-നും ഒക്കെയുള്ള ചെറുതും വലുതുമായിട്ടുള്ള ഒത്തിരി ഷെൽഫുകളുണ്ട്. ഈ റൂം കണ്ട പിങ്ക് കളറാ, മൊത്തത്തിൽ പിങ്ക് കളർ വെച്ചിട്ട് സെറ്റ് ചെയ്തിരിക്കുക. നല്ല അടിപൊളി തീമും അവിടെ ഇരിക്കുന്ന സാധനങ്ങളൊക്കെ സൂപ്പറായിട്ട്. ഇവിടെ ഉള്ളതൊക്കെ നമുക്ക് കുളിക്കുന്നതിൻ്റെ ഒക്കെ വേണ്ടിയിട്ട് ബാത്ത് ഐറ്റംസ് ആണ്. ടവലും അങ്ങനെയുള്ള സംഭവങ്ങൾ. ഇവിടുത്തെ ഏറ്റവും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ഏരിയ ഇത്. നോക്കിക്കേ, എന്തോരോ സാധനങ്ങളാന്ന് നോക്കിക്കേ. സോഫ്റ്റ് ടോയ്സിനൊക്കെ ഒന്നും കൂടെ സോഫ്റ്റാണ്. ഭയങ്കര സോഫ്റ്റ് ആയിട്ടുള്ള ടോയ്സ് ആണുള്ളത്. അത്ര വിലയൊന്നുമില്ല കേട്ടോ. 399 രൂപ തൊട്ടുള്ള നല്ല അടിപൊളി സാധനങ്ങളുണ്ട്. ഇതൊക്കെ ഫിഷ്. ഇതും അതുപോലത്തെ ഒരു ഫിഷിൻ്റെതാണ്. ഇതൊന്നും ഞാൻ വേറെ കണ്ടിട്ടില്ല കേട്ടോ. ഇതൊക്കെ ഞാൻ ആദ്യമായിട്ട് കാണുമോ. ചിലപ്പോൾ ഓൺലൈനിലൊക്കെ ഉണ്ടാവും, കടകളിലൊന്നും കണ്ടിട്ടില്ല. ഇത് കണ്ടോ, കോല. നമ്മൾ ഈ ഓസ്ട്രേലിയയുടെ ഒക്കെ ചില വീഡിയോസിലൊക്കെ കണ്ടിട്ടില്ലേ, മരത്തിൻ്റെ അകത്ത് ഇങ്ങനെ ഇരിക്കുന്നത് അമ്മയും ബേബിയും ആയിട്ട്. കോലെന്നാ ഈ ജീവിയുടെ പേര്. അതിന് എത്ര രൂപയാണെന്ന് അറിയത്തില്ലല്ലോ. 1490 രൂപ. ഇതിന് ഇത്തിരി വില കൂടുതലാണ് കേട്ടോ. ഇതുണ്ടോ, ദിനോസേഴ്സിൻ്റെ കുഞ്ഞ്. ഇതേ കുറേ കുഞ്ഞു കുട്ടികൾക്ക് ദിനോസറിനെ ഭയങ്കര ഇഷ്ടമാണ്. എല്ലാവരും ഈ കരയുന്ന ദിനോസറൊക്കെ ഉണ്ടല്ലേ, ആ സാധനമൊക്കെ കാണുമ്പോൾ പിള്ളേർ ഭയങ്കര അട്രാക്റ്റഡാണ്. അപ്പം അങ്ങനെയുള്ള കുട്ടികൾക്ക് ഈ സാധനമൊക്കെ ഇഷ്ടപ്പെടും. പിന്നെ ഉണ്ട് മോനെ നമ്മുടെ ഐറ്റം കടുവ. കുറെ പേര് മുകളിൽ തൂങ്ങി കിടപ്പുണ്ട് കേട്ടോ. മുകളിലോട്ടൊക്കെ പാമ്പ്, കുരങ്ങന്മാര് കിടക്കുന്നൊക്കെ. പിന്നെ ഉള്ളത് ആന. ഇത് കുഞ്ഞു കൊച്ചുങ്ങൾക്കൊക്കെ സൈഡിൽ ഇങ്ങനെ വെച്ചിട്ടൊക്കെ പോകും. ഇത് ആമസോണിൽ കണ്ടിട്ടുണ്ട്. ഇതിൻ്റെ പല കളറുണ്ട്. ഇതേ സൈസിൽ തന്നെ നമുക്ക് ആമസോണിൽ നിന്ന് വാങ്ങിക്കാൻ പറ്റും. പിന്നെ ഇത് നമ്മൾ നേരത്തെ മേടിച്ച കുഞ്ഞിപ്പാണ്ട, അതിൻ്റെ തന്നെ വലിയ പാണ്ട ഇവിടെയുണ്ട്. ഇതിന് 1000 രൂപ. ഈ പാണ്ടയ്ക്കൊക്കെ ഭയങ്കര ഒടുക്കത്തെ ലുക്കാണ് കേട്ടോ. പിന്നെ പാമ്പ്, അതിനെ ഞാൻ തൊടുന്നില്ല, സൈഡിലിരിക്കട്ടെ. നാക്കൊക്കെ ഉണ്ട് കേട്ടോ. പിന്നെ ഇവിടെ ഷെൽഫുകളുണ്ട്. ഈ ഭാഗത്തായിട്ട് കുട്ടി കുട്ടി ഷെൽഫുകളുണ്ട്. അവിടെ കണ്ട കുഞ്ഞു സ്റ്റൂളുകൾ, പല കളറിലുള്ള ചെറിയ കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള സ്റ്റൂളുകൾ. ഇനി 300 രൂപ ഉള്ളു കേട്ടോ ഈ സ്റ്റൂളിന്. ഇതൊക്കെ 300 രൂപ. പിന്നെ ഇവിടെ സ്റ്റഡി ടേബിൾ മാത്രമല്ല, കൊച്ചു പിള്ളേർക്കൊക്കെ ഇരുന്ന് കളിക്കാനൊക്കെ പറ്റിയ സംഭവം. സ്റ്റഡി ടേബിളായിട്ടും യൂസ് ചെയ്യാം. നമുക്ക് ഈ സാധനം ഡിസ്മാൻഡിൽ ചെയ്ത് കൊണ്ടുപോകാൻ പറ്റുമെങ്കിൽ നമുക്കിത് ഒരെണ്ണം മേടിക്കണം. അപ്പോൾ നമുക്കത് താഴെ ബില്ലിംഗ് സെക്ഷനിൽ നമുക്ക് ഈ ഫോട്ടോ എടുത്തിട്ട്, ഇതിൻ്റെ ടാഗ് ഫോട്ടോ എടുത്തിട്ട് അവിടെ കൊണ്ടുപോയി കാണിച്ചാൽ മതി. അപ്പോൾ അവർ പറയും ഡിസ്മാൻഡിൽ ചെയ്യാൻ പറ്റുന്നതാണോ എന്ന് പറയാം. അങ്ങനെയാണെങ്കിൽ നമുക്കിത് കൊണ്ടുപോകാം. അല്ലാതെ ഇങ്ങനെ വാങ്ങിച്ചാൽ നമുക്ക് വണ്ടിയിൽ കൊണ്ടുപോകാൻ പറ്റത്തില്ല. ഓൾറെഡി നമുക്ക് എല്ലാ ലഗേജ് കുറേ ഉണ്ടല്ലോ. നമുക്ക് ഇത്രയും സാധനങ്ങളൊക്കെ വാങ്ങിച്ചിട്ട് വരുമ്പോഴത്തേക്ക് എന്തായാലും നമുക്ക് നന്നായിട്ട് ക്ഷീണമാവും, നന്നായിട്ട് കുഴയും ചെയ്യും. പിന്നെ നമ്മൾ വെള്ളമൊന്നും കൊണ്ടുവന്നില്ലെന്നുണ്ടെങ്കിൽ പിന്നെ കുടിക്കാൻ വേറെ വഴിയൊന്നും ഇല്ലല്ലോ. അപ്പം ഇതെല്ലാം ഷോപ്പിംഗ് ചെയ്ത് ലാസ്റ്റ് എത്തുമ്പോഴത്തേക്ക് നമുക്ക് ഇവിടെ ഒരു സ്നാക്സും ഡ്രിങ്ക്സും ഒക്കെ കിട്ടുന്ന കൗണ്ടർ ഉണ്ട്. അവിടെ പോയി നമ്മൾ ബില്ല് പേ ചെയ്ത് സാധനം എടുക്കുക. അതുകൊണ്ട് ഇത്രയും ഏരിയ ഡൈനിങ് ആണ്. അപ്പോൾ ഇവിടെ വന്നിരുന്നിട്ട് നമുക്ക് ഭക്ഷണം കഴിക്കാം.
ഇതുണ്ടോ, ഇതിപ്പോൾ നമ്മൾ വാങ്ങിച്ചതാണ്. നമ്മൾ ഇതുപോലത്തെ ഗ്ലാസ് അവിടെ പോയി വാങ്ങിക്കണം. ഗ്ലാസ്സിന് ഒരെണ്ണത്തിന് 80 രൂപ, അങ്ങനെ 2 എണ്ണം നമ്മൾ വാങ്ങിച്ചു 160 രൂപ. പിന്നെ ഇതിന് കുറേ ഡ്രിങ്ക്സ് അവിടെ ഉണ്ട്. നമുക്ക് സാധാരണ നോർമൽ വാട്ടറും ഉണ്ട്, അല്ലാതെ കുറേ ഇതുപോലത്തെ ഡ്രിങ്ക്സും ഉണ്ട്. അപ്പോൾ അത് നമുക്ക് എത്ര വട്ടം വേണമെങ്കിലും റീഫിൽ ചെയ്യാം. ആകെ നമുക്ക് ഈ ഗ്ലാസിന്റെ മാത്രം റേറ്റ് കൊടുത്താൽ മതി 80 രൂപ. ഇത് കണ്ട, ഇത് കോഫിയാണ് നമ്മൾ നേരത്തെ മേടിച്ചതുപോലെ. അതേല അവിടെ ഒരാൾ റീഫിൽ ചെയ്യാൻ പോയത്, അവിടെ നിന്ന് തന്നെ 2 ഗ്ലാസ് കുടിക്കുന്നുണ്ട്. എന്നിട്ട് വീണ്ടും ആരും ഒന്നും അറിയാത്തതുപോലെ വീണ്ടും എടുത്തോണ്ട് വരിക. ഇതിന് നേരത്തെ നമ്മൾ മേടിച്ച പോലെ ഈ കോഫി ഗ്ലാസ് നമ്മൾ മേടിക്കും 80 രൂപയ്ക്ക്. എന്നിട്ട് നമ്മൾ കോഫി റീഫിൽ ചെയ്യും. ഒരു വട്ടം കുടിച്ചിട്ട് പിന്നെയും നമുക്ക് റീഫിൽ ചെയ്യാം. നോക്കിയാൽ മേടിച്ചോണ്ട് വരുന്നോക്കെ അവന്റെ മുഖത്ത് വല്ല ഭാവമാറ്റം ഉണ്ടോന്നൊക്കെ. ആരും കണ്ടില്ലടാ, നീ 2 വട്ടം അവിടെ വെച്ച് കുടിച്ചതും പിന്നെ വീണ്ടും എടുത്തതും ആരും കണ്ടില്ല. രാവിലെ മുതൽ നമ്മളിവിടെ വന്ന് നിന്നാലും വൈകുന്നേരം വരെ ഷോപ്പ് ചെയ്താലും എല്ലാ ഫെസിലിറ്റീസും നമുക്കിവിടെ ഉണ്ട്. അപ്പം നമുക്ക് വിശക്കുവാണെന്നുണ്ടെങ്കിൽ അവിടെ പോയിട്ട് സ്നാക്സും ഡ്രിങ്ക്സും ഒക്കെ കഴിക്കാം. പിന്നെ ഇവിടെ വാഷ്റൂം ഫെസിലിറ്റീസ്, ടോയ്ലറ്റ് എല്ലാം ഉണ്ട്. പിന്നെ ബേബി കെയർ റൂമും ഉണ്ട്. എല്ലാ സംഭവങ്ങളും ഉണ്ട്, എല്ലാ സെറ്റപ്പാണ്. രാവിലെ മുതൽ വരിക, സാധനങ്ങളൊക്കെ പർച്ചേസ് ചെയ്യുക, സന്തോഷമായിട്ട് തിരിച്ചു പോകുക. നമ്മൾ ഇത്രയും നേരം മുകളിലത്തെ നിലയിലായിരുന്നു. പിന്നെ നമ്മൾ ഡ്രിങ്ക്സ് ഒക്കെ കുടിച്ചിട്ട് നമ്മൾ താഴത്തെ നിലയിൽ വന്നേക്കുക, ഗ്രൗണ്ട് ഫ്ലോറിൽ വന്നേക്കുവാണ്. 10 മണിയാകുമ്പോൾ ഷോപ്പ് ക്ലോസ് ചെയ്യും. ഇവിടെയും നമുക്ക് കിച്ചണിലേക്ക് ആവശ്യമായിട്ടുള്ള സാധനങ്ങൾ തന്നെയാണ്. അപ്പോൾ ഇവിടെയും കുറച്ച് സാധനങ്ങളൊക്കെ ഉണ്ട്. അതൊക്കെ നോക്കിയിട്ട് നമുക്ക് എന്തെങ്കിലും വേണമെങ്കിൽ വാങ്ങിച്ചിട്ട് നമുക്ക് പോവാം. 10 മണി വരെയാണ് കടയുള്ളത്. ഇപ്പോൾ 9:30 കഴിഞ്ഞു. ഇത് കണ്ടോ, ചെറിയ ഗ്ലാസ് കുപ്പികളാണ്. നമുക്ക് ജീരകം, ഏലക്ക അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ഇട്ട് വെക്കാൻ പറ്റുന്നത്. നല്ല രസമുണ്ട് കാണാനായിട്ട്. ഇത്രയുള്ള സൈസ്. ഇത് ഓൾറെഡി എൻ്റെ ഉള്ളതാണ് വീട്ടിൽ. ഇതിൻ്റെ വിലയെന്ന് പറയുന്നത് 261 രൂപയാണ്. 261 രൂപയ്ക്ക് ഇത് നഷ്ടമില്ല. കാരണം നമ്മൾ പ്ലാസ്റ്റിക് കുപ്പിയിലൊക്കെ ഇട്ട് വെക്കുന്നതിനേക്കാളും എപ്പോഴും നല്ലത് ഗ്ലാസ് കുപ്പിയിൽ ഇട്ട് വെക്കുന്നില്ലേ. അപ്പോൾ ഇതിൻ്റെ ചെറുതുമുണ്ട് വലുതുമുണ്ട്. ചെറുത് നല്ല ഭംഗിയാണ് കാണാനായിട്ട്, നമുക്ക് വാങ്ങിക്കാനായിട്ട് അഫോർഡബിൾ ആയിട്ടുള്ള പ്രൈസുമാണ്. ഇവിടെ കണ്ടോ, ഇവിടെ ഫ്രൈ പാൻ്റെ ഒരു വലിയ കളക്ഷൻസ്, ചെറുതും വലുതും. നമ്മുടെ അപ്പച്ചട്ടി ഉണ്ട്, ചപ്പാത്തിക്ക് വേണമെന്ന ഫ്രൈ പാൻ ഉണ്ട്. അങ്ങനെ എല്ലാ സാധനത്തിനും വേണമെന്ന ചിരിപ്പിക്കുക. സോറി, അതിൻ്റെ ഇടയിൽ കൂടെ താലം പിടിച്ചോണ്ട്. എത്ര രൂപ? ഓക്കെ, ഇത് മുകളിലുണ്ടായിരുന്നു എൻ്റെ വൈറ്റ്. അല്ല, ഇതാ നല്ലത്. ഇത് നമ്മൾ വാങ്ങിച്ചിട്ടുണ്ട്. പിന്നെ ഇവിടെ കണ്ട, ഇവിടെ ഫ്രൈ പാൻസിന്റെ കളക്ഷൻസ് ആണ്. ഇഷ്ടം പോലെ ഫ്രൈ പാൻസ് ഉണ്ട്. അത് നമുക്ക് പല കാര്യങ്ങൾക്ക് യൂസ് ചെയ്യാൻ പറ്റിയത്. ഇത് കണ്ടോ, ഇത് മറ്റേ തവ പോലത്തെയാണ്. തവ കിട്ടത്തില്ലേ വലുത്, അതുപോലത്തെ ഫ്രൈ പാനാണ്. നല്ല വെയിറ്റ് ഉണ്ട് കേട്ടോ. പിന്നെ അപ്പച്ചട്ടി അങ്ങനെയുള്ള സാധനങ്ങളെല്ലാം ഉണ്ട്. നമുക്ക് ഓംലെറ്റിന് വേണ്ടത്, ചപ്പാത്തിക്ക്, കടായി, അങ്ങനെ എല്ലാ സാധനങ്ങളും ഉണ്ട്. അതും പല കളറിലും പല വലിപ്പത്തിലും ഉള്ളതുണ്ട്. പിന്നെ ഈ സെക്ഷനിലുള്ളത് പ്ലേറ്റ്സ്, സോസർ, പിന്നെ ഇതുപോലുള്ള ഐറ്റംസ് ഒക്കെയാണ് കേട്ടോ. അതും ഇഷ്ടംപോലെ കളറുകളുണ്ട്. കളറും ഉണ്ട്, സെറാമിക് ആണ് കേട്ടോ. അത് അറിയ വേണം പൊട്ടിപ്പോവും. ഇതിനൊക്കെ അത്യാവശ്യം റേറ്റ് ഉണ്ട്. ഒരു 4 സെറ്റിനൊക്കെ 1000 രൂപ വെച്ചൊക്കെ മിനിമം തുടങ്ങുന്നുണ്ട്. അല്ലാതെ 300 രൂപ 400 രൂപ റേഞ്ചിലല്ല, 1000 റുപ്പീസ് തൊട്ട് മുകളിലോട്ടാണ്. പക്ഷെ കളറുകൾ ഒരു രക്ഷയില്ല കേട്ടോ. നമുക്കിപ്പോൾ കിച്ചണൊക്കെ ഓരോ തീം കളറിൽ നമ്മൾ സെറ്റ് ചെയ്യുവാണെങ്കിൽ ആ തീം കളറിന് അനുസരിച്ചുള്ള പാത്രങ്ങൾ നമുക്ക് ഇവിടെ വന്നാൽ വാങ്ങിക്കാൻ പറ്റും. അത്രയ്ക്ക് അടിപൊളിയാണ്. ഇത് കണ്ടോ, ഇത് കർട്ടൻ്റെ സെക്ഷനാണ്. കർട്ടനും പില്ലോസ്, പിന്നെ നേരത്തെ പോലെ കണ്ട ബെഡ്ഷീറ്റ്. കൂടുതലും കർട്ടനാണ് ഇവിടെ ഉള്ളത്. അത് നമുക്ക് തീം കളറിൽ സെലക്ട് ചെയ്യാം. സിംഗിൾ കർട്ടൻ, പിന്നെ ഇങ്ങനെ ഡബിൾ ലെയർ ആയിട്ട് ഇടുന്ന കർട്ടൻ എല്ലാം ഉണ്ട്. പിന്നെ ഇതുപോലെ നേരത്തെ കണ്ടില്ലേ ടേപ്പ്, നമ്മുടെ റൂമിൻ്റെ മെഷർമെൻറ്റ് നോക്കിയിട്ട് നമുക്ക് കർട്ടനും നമുക്ക് അളന്ന് വാങ്ങിക്കാം. ഇതുണ്ടോ പില്ലോ, 399 രൂപയുള്ളൂ. കുഞ്ഞി പില്ലോ. ചെറിയ ബേബീസൊക്കെ കിടന്ന് ഉറങ്ങുമ്പോൾ നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും വെക്കാം. അപ്പുറത്തെ സൈഡ് ഇപ്പുറത്തെ സൈഡും വെക്കാം. അല്ലെങ്കിൽ ചെറിയ കുട്ടികൾക്ക് കിടക്കാൻ കൊടുക്കാം. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള പില്ലോ. ഇവിടെ വേറെ പില്ലോസും ഉണ്ട് കേട്ടോ. നമുക്ക് സെറ്റിക്ക് മാച്ച് ആയതുണ്ട്. കാറിൽ വേണമെങ്കിൽ ഇടാം, ബെഡ്റൂമിലേക്ക് വേണ്ടി യൂസ് ചെയ്യാം. ഇവിടുത്തെ കളേഴ്സ് ഒരു രക്ഷയില്ല കേട്ടോ. നമ്മൾ വേറെ എവിടെ പോയാലും ഇത്രയും വെറൈറ്റി കളേഴ്സ് കിട്ടുമെന്ന് എനിക്ക് തോന്നുന്നില്ല. മൾട്ടി കളേഴ്സാണുള്ളത്, ഇഷ്ടം പോലെ ഉണ്ട്. ഇത് കണ്ടോ, ലൈറ്റ്സ് ആണ് കേട്ടോ. എന്തോരം ലൈറ്റ്സാന്ന് നോക്കാം. ഹാങ്ങിങ് ലൈറ്റ്സ് ഉണ്ട്, നമ്മൾ ടേബിൾ ടോപ്പിൽ വെക്കുന്ന ലൈറ്റ്സ് ഉണ്ട്, പിന്നെ കിച്ചണിലൊക്കെ വെക്കുന്ന സെറ്റ് ചെയ്യുന്ന ലൈറ്റ്സ് ഉണ്ട്, ബെഡ്റൂമിൽ വെക്കുന്ന കണ്ടോ, കുട്ടികളുടെ ബെഡ്റൂമിലൊക്കെ തീം കളറിൽ വെച്ച് സെറ്റ് ചെയ്യുന്ന കുറേ ലൈറ്റുകളുണ്ട്. ഇതൊക്കെ നോക്കാം, ബട്ടർഫ്ലൈ,
ലീഫ്, ആമ, ഇതൊക്കെ നല്ല രസമുണ്ട്. ഇതൊക്കെ നമ്മൾ താഴെ ഈ ടേബിളിൻ്റെ അടുത്തുള്ള സ്വിച്ചിൽ കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ബെഡിൻ്റെ മുകളിൽ നമുക്ക് ഈ ലൈറ്റ് ഡിസ്പ്ലേ കിട്ടും. ഇതെല്ലാം ലൈറ്റുകളാണ് കേട്ടോ. ഇത് മേഘം നമ്മൾ താഴെ കണ്ടില്ലേ, ഇത് പക്ഷേ ഇങ്ങനെ കാണാൻ അത്ര ഭംഗിയില്ല, ലൈറ്റ് ഇട്ട് കാണുമ്പോഴത്തേക്ക് അടിപൊളിയാണ്. പിന്നെ ഇവിടെ കണ്ട, ഇവിടെ ഇരിക്കുന്നതെല്ലാം ഡിസ്പ്ലേ ചെയ്തിട്ടുണ്ട് കേട്ടോ. അത് നമുക്ക് ഓരോന്ന് വേണ്ടുന്നത് എടുത്തുകൊണ്ട് പോവാം. ഇവിടെ പെൻസില്, മൂങ്ങ, ഇതുണ്ടോ പൂച്ച. അയ്യോ, ഇതെന്തുവാ, ലൈറ്റാണോ? ഇതിൽ ലൈറ്റാണ്ടാ, ഇത് ബാറ്ററിയാ. 559 രൂപ. ലൈറ്റ്സിനൊക്കെ കുറച്ച് വിലയുണ്ട് കേട്ടോ, ചെറുതാണെങ്കിൽ പോലും. ചൈനീസ് ലാൻറ്റേൺ ഒക്കെ പോലെയുള്ള കുറേ ഹാങ്ങിങ് ലൈറ്റ്സുകളുണ്ട് കേട്ടോ. ബെഡ്റൂമിൽ ബാൽക്കണിയിലൊക്കെ നമുക്ക് സെറ്റ് ചെയ്യുകയാണെങ്കിൽ നല്ല അടിപൊളിയായിരിക്കും. ഇവിടുത്തെ കിച്ചൺ ലൈറ്റ്സുകളാണ് കേട്ടോ. കിച്ചണിൽ നമുക്ക് ആ ഓപ്പൺ കിച്ചണൊക്കെ ചെയ്യുമ്പോൾ ടേബിളിൻ്റെ മുകളിലൊക്കെ നമുക്ക് സെറ്റ് ചെയ്യാൻ പറ്റുന്ന അടിപൊളി ലൈറ്റ്. ഇതിൻ്റെ ബൾബും നമുക്ക് ഇവിടെ നിന്ന് തന്നെ വാങ്ങിക്കാം. ഏതിൻ്റെ വേണമെങ്കിലും നമുക്ക് അഡീഷണൽ ബൾബുകൾ വാങ്ങിച്ചിട്ട് പോവാം. പിന്നെ ഇവിടെ ബെഡ്റൂമിൽ ഡെക്കർ ചെയ്യാൻ പറ്റുന്ന ലൈറ്റുകൾ. ലൈറ്റിനൊക്കെ അത്യാവശ്യം നല്ല വിലയുണ്ട്, കോസ്റ്റ്ലിയാണ്. 1000, 1200 അതിൻ്റെ മുകളിലേക്കാണ് വരുന്നത്. നേരത്തെ കണ്ടത് പ്ലാന്റ്സ് ആണ്. ഇവിടെ ഫ്ലവേഴ്സും ഒറിജിനാലിറ്റിക്ക് ഒരു കുറവുമില്ല കേട്ടോ. അടിപൊളി ലുക്കാണ്. നമുക്ക് ഒറിജിനൽ പ്ലാന്റാന്നേ പറയൂ. അതേപോലത്തെ ടെക്സ്ചറും ഒക്കെയാണ് കണ്ടാൽ. ഇതിൻ്റെ 2-3 എണ്ണമൊക്കെ മേടിച്ചിട്ട് നമ്മളൊരു വേസിൽ വെക്കുവാണെങ്കിൽ അടിപൊളിയായിരിക്കും. നമ്മുടെ കളറിനനുസരിച്ച്, അതായത് ഹോളിൻ്റെ കളറിനനുസരിച്ച് ഫ്ലവേഴ്സ് സെലക്ട് ചെയ്യാം. ഇതുണ്ട്, ഇവിടെ നമുക്ക് ബില്ലടിച്ച് തരാൻ എക്സിക്യൂട്ടീവ് ഒന്നുമില്ല. നമ്മളിവിടെ വന്നിട്ട് ഈ മോണിറ്ററിൽ നമ്മൾ തന്നെ ബാർകോഡിങ്ങിൻ്റെ ചെയ്യുന്ന സാധനമുണ്ട്. അതെടുത്തിട്ട് നമ്മൾ തന്നെ ഓരോ ഐറ്റത്തിനും ബാർകോഡ് അടിച്ചു കൊടുക്കണം. ഇപ്പം നമ്മൾ വാങ്ങിച്ച സാധനങ്ങൾ ഇത്രയും സാധനങ്ങളാണ്. നമ്മൾ തന്നെ ബില്ലടിച്ചു, നമ്മൾ തന്നെ കാർഡ് പേയ്മെൻറ്റ് എല്ലാം ചെയ്തിട്ട് പുറത്തിറങ്ങി. അപ്പോൾ ഒരു സെക്യൂരിറ്റി വന്നിട്ട് എല്ലാം ചെക്ക് ചെയ്യും, എല്ലാം കറക്റ്റ് ആണോ ഇല്ലയോ എന്നുള്ളത് ചെക്ക് ചെയ്യും, എന്നിട്ട് നമ്മളെ വിടും. ഇത്രയേ ഉള്ളൂ. അപ്പോൾ ഇത്രയും ഡീറ്റെയിൽസ് ആണ് ഈ വീഡിയോയിൽ കാണിക്കാനുള്ളത്. ഐക്കിയ സ്റ്റോറിലെ കാഴ്ചകളൊക്കെ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. എപ്പോഴെങ്കിലും നിങ്ങൾ ഹൈദരാബാദ് വരുവാണെങ്കിൽ ഒരു മസ്റ്റ് വിസിറ്റ് പ്ലേസ് ആണ്. വെറുതെ ഒന്നും വാങ്ങിക്കാനില്ലെങ്കിൽ പോലും വെറുതെ ഒന്ന് വന്ന് കാണാമല്ലോ, നമുക്ക് ഇത്രയും സാധനങ്ങൾ ഇവിടെ ഉണ്ടെന്നുള്ളത് കാണാമല്ലോ. അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ എപ്പോഴും പറയുന്ന പോലെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യണം, നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമൻറ്റ് ചെയ്യണം. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.